എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹിയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ അവരുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. MPV7 എന്നാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. നമുക്ക് 2024 ഓട്ടോ എക്സ്പോയിലാണ് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിലേക്കുള്ള വരവ് അറിയിച്ചത്. അവർ സ്റ്റോൾ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പം വിൻഫാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിയറ്റ്നാം ബ്രാൻഡാണ്. വിയറ്റ്നാമിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതിലെ ഗ്രൂപ്പുകളിലൊന്നാണ് അതിലെ ഈ ഒരു ഓട്ടോമൊബൈൽ വരുന്ന ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ ബ്രാൻഡ് വന്നതിൻ്റെ 2 മോഡൽസ് VF6ഉം VF7ഉം ഉണ്ടായിരുന്നു. അതുപോലെ തൂത്തുക്കുടിയിൽ ഇവർ വലിയൊരു പ്ലാന്റ് ഇവിടെ പ്രൊഡക്ഷന് വേണ്ടി അവർ നിർമ്മിക്കുകയുണ്ടായി. ആ പ്ലാന്റിൽ നിന്ന് ഇറങ്ങുന്ന മൂന്നാമത്തെ വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇറങ്ങിയ 2 വാഹനങ്ങൾ 5 സീറ്റർ ആയിരുന്നെങ്കിൽ ഈ വാഹനം എന്ന് പറയുന്നത് ഒരു 7 സീറ്റർ ആയിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് 7 സീറ്റർ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളുണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉള്ള വാഹനങ്ങളിൽ കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു MPV7 എന്ന് പറയുന്ന ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്ന് നമുക്ക് വില പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 24,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഏകദേശം 28 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺ റോഡിൽ നമുക്ക് കിട്ടുന്നതാണ്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. നമുക്ക് 6 കളേഴ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ ഇൻറ്റീരിയർ ടോൺ ആണെങ്കിൽ 2 ടോൺസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തേക്ക് ലൈക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ചില കാര്യങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ത്യയിൽ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് വാഹനത്തിൻ്റെ റേഞ്ച് ആങ്സൈറ്റി ഒന്നും വലിയൊരു പ്രശ്നമല്ലാതെ മാറി. കാരണം കൂടുതൽ റേഞ്ചുള്ള ബാറ്ററി ഉള്ള വാഹനങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് പ്രശ്നമല്ല. അതുപോലെ ചാർജ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഈ വാഹനമാണെങ്കിൽ പോലും വളരെ ഫാസ്റ്റ് ചാർജിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. 10 to 70% വെറും 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ പാക്ക് വരുന്നത് 60.13 കിലോവാട്ടാണ് വരുന്നത്. 10 ഇയേഴ്സാണ് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് വാറൻറ്റി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 204 PS പവർ ജനറേറ്റ് ചെയ്യും. അതുപോലെ 280 Nm ടോർക്കാണ്. അപ്പം പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 0 to 100 എന്ന് പറയുന്നത് വെറും 9 സെക്കൻഡാണ്. 140 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ്. അപ്പോൾ ഇങ്ങനെ ഈ സ്പെക്ക് വെച്ചൊക്കെ നോക്കുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ വിൻഫാസ്റ്റ് ഈ പുതിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഇന്ത്യയിൽ വരുന്ന ആൾക്കാർ, ഇന്ത്യയിൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് ഈ വാഹനം വാങ്ങിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. പ്രധാനമായിട്ട് 2029 മാർച്ച് വരെ ഈ വാഹനം വാങ്ങിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവർക്ക് വാഹനം റീചാർജ് ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വാറണ്ടി ഫിഗേഴ്സിലും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ് വെഹിക്കിളിൻ്റെ വാറണ്ടി പറയുന്നത്. 5 വർഷം സസ്പെൻഷൻ്റെ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ 3 വർഷത്തേക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതായത് 3 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് കംപ്ലീറ്റ് അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും എന്നുള്ളതാണ്. 7 വർഷം പെയിൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ്റെ വാറണ്ടി ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് എടുക്കാൻ പാകത്തിലാണ് വാഹനം അവർ ലൈക്ക് ഇന്ത്യയുടെ നിരത്തിലേക്ക് ഇറക്കുന്നത്. ഇനി ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രധാനമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. പിനിൻഫെറീന എന്ന് പറയുന്ന ലൈക്ക് വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് ഡിസൈൻ സ്റ്റുഡിയോസ് ആണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളറായിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് വാഹനത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് ഫേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി വിൻഫാസ്റ്റിൻ്റെ നമ്മൾ മുമ്പ് കണ്ട മോഡൽസിൻ്റെ അതേപോലുള്ള V ഷേപ്പിലുള്ള ആ ഒരു ഫ്രണ്ട് ഫേസിംഗ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് LED ലൈറ്റ്സ് കണക്റ്റഡ് ആയിട്ടാണ് വരും. ഈ വിൻഫാസ്റ്റിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലാംപ്സ് വരുന്ന ഇവിടെയാണ്. സിംഗിളായിട്ട് വരുന്ന മൾട്ടി ഫംഗ്ഷനായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. ഫോഗ് ലാമ്പിൻ്റെ ഫംഗ്ഷനും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. LED പ്രൊജക്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബമ്പേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള ഒരു ബമ്പർ ഏരിയയും പോർഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ നീറ്റാണ്. നമുക്ക് ഡയമെൻഷൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 4740 mm ആണ്. ഇനിയിപ്പോൾ നമ്മൾ വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും നീളം കൂടിയ വീൽ ബേസ് ഉള്ളതാണ്. 2840 mm ആണ് വരുന്നത്. അപ്പോൾ അകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതായത് ഇന്നോവയെക്കാളും കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഈ വാഹനത്തിന് കൂടുതൽ അകത്തായിട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ 19 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് നമുക്ക് വാഹനത്തിനകത്ത് കാണാൻ പറ്റുന്നത്. മനോഹരമായിട്ടുള്ള വലിയ അലോയ് വീൽസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുക. ഡിസൈനൊക്കെ അങ്ങനെ വലിയ അലോയ് വീൽസാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിരിക്കുന്നു. 3 ലിങ്ക് ആയിട്ടുള്ള സസ്പെൻഷൻ വാഹനത്തിനകത്ത് വരുന്നു. അതുപോലെ നമുക്ക് മിറേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഫ്രണ്ട് വശം എന്ന് പറയാനുള്ളത്. വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്കിവിടെ ഫ്യൂൽ ലിഡ് കാണുന്നത്. ഫ്യൂൽ ലിഡ് അല്ല, ഇത് ഇലക്ട്രിക് ചാർജിങ് പോർട്ടാണ് വരുന്നത്. നമുക്ക് ഫാസ്റ്റ് ചാർജേഴ്സാണ് വരുന്നത്. അവൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു 10 to 70% എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 30 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ മിറേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബോഡി കളർഡാണ് വരുന്നത്. LED നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കാൻ കാണാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറയുടെ കോമ്പിനേഷൻ വരുന്ന ക്യാമറാസ് നമുക്ക് കാണാം. സൈഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീതിയേറിയ ഗ്ലാസ് ഏരിയയൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്രോമിയൻ്റെ ഒരു ബെൽറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ നോർമലായിട്ടുള്ള പഴയ രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്.
താഴെ നമുക്കൊരു ബ്ലാക്ക് കളർ ക്ലാഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്ക് സൈഡ് ടയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. എനിക്ക് സൈഡിലെ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ MPV7 ഒരു ബാക്ക് പ്രൊഫൈലാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പൊക്കം കുറവായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് വാഹനത്തിന് തോന്നുന്നത്. മുകളിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ഉണ്ട്, D4 ഗ്ലാസ്, അതുപോലെ നമുക്ക് വൈപ്പേഴ്സ്, ആ ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ടൈൽ ലാംപ്സ് ഒക്കെ കാര്യങ്ങളോടെ കാണാം. വിൻഫാസ്റ്റിൻ്റെ ലോഗോ ഉണ്ട്, വിൻഫാസ്റ്റ് എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. ഇത് MPV7 ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ VDR ബമ്പേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ടിലേക്ക് വരുമ്പോൾ 126 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്തുള്ളത്. പക്ഷേ നമുക്ക് സീറ്റ്സ് എല്ലാം നമുക്ക് 50-50 ആയിട്ടും അതുപോലെ 60-40 ആയിട്ടൊക്കെ നമുക്ക് മടക്കാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിൽ 240 ലിറ്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിന് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൻ്റെ സ്പെയർ ടയർ വരുന്നില്ല, പഞ്ചർ കിറ്റ് മാത്രമേ വാഹനത്തിനകത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി അകത്തേക്ക് പോകാം. വളരെ സിമ്പിളാണെങ്കിലും വളരെ നീറ്റായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ നോക്കാം. വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. പക്ഷേ കറക്റ്റ് പ്രീമിയം ഒരു ഫീൽ നമുക്കുണ്ട്. കാരണം ഒരുപാട് അനുകൂലത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. നീറ്ററായിട്ട് വന്നിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ തന്നെ കൊടുത്തു. പിന്നെ ബ്ലാക്ക് തീമാണ് വരുന്നത്. നമുക്ക് 2 തീംസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ പോലെ തന്നെ ഒരു ബർഗണ്ടി കളറിലുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് ഉള്ള വാഹനം നമുക്കാണെങ്കിൽ സെലക്ട് ചെയ്യാം. ഡോസിലേക്ക് വരാം. എവിടെയൊക്കെ വരുവാണെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്ന പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഇവിടെയൊക്കെ ലെതറിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോർ ഹാൻഡിൽ ഇതാ ഇങ്ങനെ കേട്ടോ വരുന്നത്. സാധാരണ നമ്മളിവിടെ വലിക്കുന്ന പോലെ അല്ല, ഇങ്ങനെ ഒരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഡോറിൻ്റെ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ടോ ഒരു ഗിറ്റാർ പോലിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ 2 സീറ്റ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതറായിട്ട് വരുന്ന സീറ്റുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിലേക്ക് വരും. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്തേക്ക് നീറ്റായിട്ട് വരുന്നൊരു സ്റ്റിയറിംഗ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഡീക്കറ്റായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. സാധാരണ എല്ലാ വാഹനങ്ങളിനകത്തും കണ്ടുവരുന്ന പോലെയുള്ള സ്റ്റിയറിംഗ് മോഡായിട്ടുള്ള കൺട്രോൾസ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. അപ്പം നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിലാണ്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഷിഫ്റ്റർ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതൊരു EV ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഷിഫ്റ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. മെർസിഡീസ് ബെൻസിലും ഒക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ വശത്തേക്ക് വരുവാണെങ്കിൽ വൈപ്പറും ലൈറ്റുകളുടെ കൺട്രോളാണ് പൊതുവേ വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വശം നിങ്ങൾ കണ്ടോ, ഇത് കാലിയായിട്ടാണ് കിടക്കുന്നത്. സാധാരണ ഒരു വണ്ടികൾക്കും അവിടെ നമ്മളങ്ങനെ കാലിയായിട്ടൊരു പോർഷൻ കാണാറില്ല. മീറ്ററിൻ്റെ കൺസോൾ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം അതെല്ലാം ഈ ഒരു 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ സകലവിധ ഫംഗ്ഷൻസും എല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. വാഹനത്തിൻ്റെ റേഞ്ചും സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 396 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. 88%. ടോട്ടൽ 517 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഫുൾ റേഞ്ചിൽ നമുക്ക് ഓടുന്നത്. ഇതാണ് ആ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ BB എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു സ്ക്രീൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളറായിട്ടാണ് ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ക്രീനുകളുടെ എണ്ണം ഒന്നും വെച്ചിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വയ്ക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, 2 കണ്ണും ഒരു വായും അല്ലേ, അങ്ങനെ കാണുമ്പോഴത്തേന് അങ്ങനെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ആണ്, അത്യാവശ്യം വീതിയുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. ഡീപ്പറായിട്ടുള്ളൊരു സ്പേസ് നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു മിററിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നോക്കാം. മിററിൻ്റെ ഭാഗത്തേക്ക് വരേണ്ട ബെസൽലെസ് ആയിട്ട് വരുന്നതാണ്. ഓട്ടോ ഡിമ്മിങ്, എയർ വീം എല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നിരാശപ്പെടുത്തിയ ഒരു കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് കണ്ട് ഇവിടെ ഒരു കണ്ണാടി അവർ കൊടുത്തിട്ടില്ല. നമ്മൾ എങ്ങനെ ഒന്നും മുഖം നോക്കും അല്ലേ, അതൊരു പ്രശ്നമാണ്. സ്ത്രീകൾക്കൊക്കെ വലിയ പരാതിയായിരിക്കും ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അത് എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇനി വിയറ്റ്നാമിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. ഇവിടെയാണ് നമുക്ക് ലൈറ്റ്സ് എല്ലാം കാണേണ്ടി വരുന്നത്. ഒരു മൂൺ ലൈറ്റ് കളേഴ്സിലാണ് ലൈറ്റ്സ് വന്നിരിക്കുന്നത്. അതിന് സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതൊരു 7 സീറ്റർ വാഹനമാകുമ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്നൊക്കെ പറയുന്നത് ഈ സെക്കൻഡ് റോവും തേർഡ് റോ ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ സീറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കയറി അകത്തിരുന്നിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ടോ, നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഇത്രയും നമുക്ക് ചാരി ഇരുന്ന് പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പം ബാക്കിലെ സീറ്റിൻ്റെ സ്പേസ് ഞാൻ കയറുന്ന സമയത്ത് വരെ നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിക്ലൈനിങ് ആംഗിളൊക്കെ ഉള്ള ഒരു സീറ്റ്സൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോശമല്ലാത്ത ലൈക്ക് തൈ സപ്പോർട്ട്സ് ഉണ്ട്. ഈ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഒരുപാട് തൈ സപ്പോർട്ട്സ് ഇല്ല, എന്നാലും കുഴപ്പമില്ല ബേസിക്കലി. അതുപോലെ 3 സീറ്റുകൾക്കും ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ AC വെൻറ്റുകൾ നമുക്കിവിടെയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ
ലൈക്ക് വലിയൊരു വിൻഡോ ആണ്, നമുക്കൊരു അകത്തൊരു കൺജഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. രണ്ട് ഇത് നമുക്ക് ഇഷ്ടം പോലെ രണ്ട് ബാക്കിലെ സീറ്റ്, ഈ സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഗ് സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉള്ള ലെഗ് സ്പേസ് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് പോകാം. അതൊക്കെ സിമ്പിളാണ്. ഇതൊക്കെ നമുക്ക് ടമ്പിൾ ഡൗൺ ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇത് കണ്ടത് ഇങ്ങനെ മടക്കി നമുക്ക് അങ്ങ് കയറാനായിട്ട് നമുക്ക് സാധിക്കും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ സീറ്റിൽ ഞാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കി ഇവിടെ ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉണ്ട്. അതായത് നമുക്കൊരു വലിയ ആൾക്കാർക്കും ഇതിനകത്ത് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. പൊതുവേ നമ്മളിതൊരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു നിരയാണ് ഈ ഒരു 7 സീറ്ററുകൾ പൊതുവേ ഉള്ള വാഹനങ്ങളിനകത്ത് തേർഡ് റോ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുന്നത് വലിയ ആൾക്കാർക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. മോശമില്ലാത്ത ഹെഡ് റൂം ഉണ്ട്. പിന്നെ 2 പടിയായിട്ടാണ് കണ്ടത്. ഈ ഒരു പ്ലാറ്റ്ഫോമും ഇവിടെ പൊക്കക്കൂടലാണ്. ഇവിടെ നിന്നും ഒഴുകി ഇറങ്ങുന്ന പോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാലൊക്കെ വെച്ചാലും നമുക്ക് ഒത്തിരി കാല് ഇത്ര പൊങ്ങി വെക്കേണ്ട ആവശ്യമില്ല, താത്ത് വെച്ച് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എ സിയുടെ വെൻറ്റുകളൊക്കെ ഉണ്ട്. കംഫർട്ടബിളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതാണ്ട് എ സിയുടെ കൺട്രോൾസൊക്കെ തന്നെ ഇവിടെയും നമുക്ക് ഫാനിൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ മോശമില്ലാത്ത ഒരു 7 സീറ്ററായിട്ട് വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു MPV 7 എന്ന് പറയുന്നത്. നമുക്ക് ഈ വാഹനത്തിന് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് വരികയാണെങ്കിൽ ഒരുപാട് ധാരാളം സ്പേസുകളുണ്ട്. സാധാരണ EV-ക്കകത്തൊക്കെ ഫ്രങ്ക് വരുന്നതാണ്. ഇവിടെ എന്തുകൊണ്ട് ഒരു ഫ്രങ്ക് സ്പേസ് കൊടുത്തില്ലെന്നാണ്. നീറ്റായിട്ട് നമുക്കൊരു 50 ലിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 60 ലിറ്റേഴ്സിൻ്റെ ഒരു ഫ്രങ്ക് സ്പേസ് നമുക്കിവിടെ കൊക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വിലയെന്ന് പറയുന്നത് 24,49,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഹനം ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് റോബിൻ സൈനിങ് ഫ്രം റോബൈ ഷോ.